മാനസാന്തരപ്പെട്ടവരുടെ ലക്ഷണമാണ് 4 മടങ്ങ് ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല പറഞ്ഞത്. മറ്റൊരുത്തൻ്റെ ഒരു ബട്ടൺസ് പോലും എനിക്ക് വേണ്ട, അർഹതയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് വേണ്ട, മറ്റൊരുത്തൻ്റെ നെടുവീർപ്പ് എൻ്റെ മേൽ കിടക്കല്ല്, മറ്റൊരുത്തൻ്റെ കണ്ണുനീരിൽ ഞാൻ വസിക്കല്ല്, നേരായ വഴിയിൽ മാത്രം എനിക്ക് വസിച്ചാൽ മതി. അനീതിയുടെ കൂലി എനിക്ക് വേണ്ട. അനീതിയുടെ കൂലി ഞാൻ മേടിച്ചാൽ എൻ്റെ ജീവിതം അക്കൽ ധാമ ആയിത്തീരും. വല്ലവൻ അടിച്ചു മാറ്റിയ ഞാൻ തിരിച്ചുകൊട പാസ്റ്റർമാർ കേൾക്കട്ടെ. മറ്റുള്ളവന്റെ സഭയിലിരിക്കുന്ന വിശ്വാസികളെ അടിച്ചു മാറ്റിയ കൊള്ളക്കാർ എന്നെ കേൾക്കുന്നെങ്കിൽ തിരിച്ചു കൊടുക്കണോ റവറണ്ടേ. ഹല്ലേലൂയ. മറ്റൊരുത്തന്റെ ചർച്ചിനെ പൊട്ടിച്ച് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്. കാരണം നിന്റെ ചർച്ച നിന്റെ അമ്മായിയപ്പന്റെ വകയല്ല, ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ സഭ. ചതിയന്മാരുടെ കൂമ്പാരമായി ദൈവസഭയായി തീർന്നപ്പോൾ, കമ്മീഷൻ വാങ്ങുന്നതായ ബിസിനസ്സുകാരായി സഭ നിറയപ്പെട്ടപ്പോൾ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ശുദ്ധീകരണത്തിലേക്ക് നീങ്ങട്ടെ.